വളരെ ഇമോഷണലായ രംഗങ്ങളാണ് അവിടെയൊക്കെ ഉണ്ടായത്. അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടിട്ടില്ല. കാരണം നമ്മളവിടെ സംസാരിക്കുന്ന ഇതിനിടയ്ക്ക് മാനസികമായി അമ്മയും അച്ഛനും കൂട്ടക്കരച്ചില്, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളവിടെ നിൽക്കുന്നത്. ഈ പറയുന്ന പോലെ രാഹുൽ ഈശ്വറിന് മാത്രമല്ല പ്ലാൻ എയും ബിയും സിയും ഉള്ളത്. നമുക്ക് A to Z വരെ പ്ലാനുണ്ട്. പക്ഷേ സാമൂഹിക ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മര്യാദ പാലിക്കുന്നത്, ഇപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുസമൂഹത്തെ അതിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ ഹർത്താൽ വിരുദ്ധതയിലേക്ക് അവരെ എത്തിക്കുകയാണ് ചെയ്തത്. അല്ലാതെ അവരതിനകത്ത് തെറ്റുകാരല്ലായിരുന്നു. കാരണം സമൂഹത്തിന് ഈ നിതിൻ രാജിന് നീതി കിട്ടണമെന്ന് അപ്പോഴും ഇപ്പോഴും ഉണ്ട്. അതായത് പകല് മുഴുവനും ഇവര് ഹർത്താൽ അക്രമമാണെന്നും വയലൻസ് ആണെന്നൊക്കെ വരുത്തി തീർത്തിട്ട് വൈകുന്നേരത്ത് സർജിക്കൽ സ്ട്രൈക്കുമായും പിന്നെ അതുപോലെ പ്രോ ദലിത് ആശയങ്ങളുമായിട്ടൊക്കെ ഈ മാധ്യമങ്ങൾ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെൻഡിന് ഇവർക്ക് ഈ സമൂഹങ്ങളെ ഇനിയും ആവശ്യമുണ്ട്. ഭരണഘടനയിൽ PhD എടുത്ത ആൾക്കാർ ചാനലിലുണ്ട്. ഇവർക്കൊന്നും അറിയാത്ത ഒരു കാര്യം, ഒരു ഹർത്താൽ ബന്ദ് ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ സ്റ്റേറ്റ് എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അതിനകത്ത് കൃത്യമാണ്. മറ്റു നീതി കിട്ടാതെ വന്നപ്പോഴാണ് നമ്മൾ അവസാന മാർഗം എന്ന രീതിയിലേക്ക് ഹർത്താലിലേക്ക് പോകുന്നതെന്ന് ഈ മാധ്യമങ്ങൾക്ക് അറിയാത്ത കാര്യമല്ല. ഇനി ആത്മഹത്യയെങ്കിൽ ആത്മഹത്യ, കൊലയെങ്കിൽ കൊല, ഒരു ദൃശ്യങ്ങളുമില്ല. ആ CCTV ദൃശ്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ നീതിയുടെ കൂടെ ഇവിടുത്തെ മാധ്യമങ്ങളും സ്റ്റേറ്റും കൂടെ നിന്നില്ല എന്നുള്ള പിന്നിൽ നിന്ന് കിട്ടിയ കുത്ത് സത്യസന്ധമായിട്ട് പറയുകയാണ്, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. ഏപ്രിൽ 10, 2026 കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജ് എന്ന വിദ്യാർത്ഥി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ്. തൻ്റെ മകൻ്റെ മരണവാർത്ത അറിഞ്ഞ നിതിൻ്റെ മാതാപിതാക്കൾ അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്, കുറേ മാസങ്ങളായിട്ട് തന്നെ നിതിൻ്റെ അധ്യാപകർ, പ്രത്യേകിച്ചും ഡോക്ടർ റാം, ഡോക്ടർ സംഗീത എന്ന് പറയുന്ന അധ്യാപകർ നിതിനെ പല രീതിയിൽ മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. നിതിൻ രാജ് മരണപ്പെട്ടിട്ടിപ്പോൾ ഏതാണ്ട് 1 മാസം ആവാറായി. എന്നിട്ട് കൂടി നിതിൻ രാജിൻ്റെ മരണത്തിന് കാരണക്കാരായവരെ ഇതുവരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല. നിതിൻ രാജിന് നീതി ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ വിവിധ ദലിത് പ്രസ്ഥാനങ്ങൾ ഏപ്രിൽ 28 കേരള ഹർത്താൽ പ്രഖ്യാപിച്ചു. ഈ ഹർത്താലിനോട് കേരള സമൂഹവും കേരളത്തിലെ മാധ്യമങ്ങളും പ്രത്യേക രീതിയിലാണ് പ്രതികരിച്ചത്. ഈ ഹർത്താലിൽ പങ്കെടുത്ത ആക്ടിവിസ്റ്റ് മൃദുല ദേവി എസ് നമുക്കൊപ്പം ഇന്ന് ചേരുന്നുണ്ട്. നിതിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടും കേരള ഹർത്താൽ, അതായത് കേരളത്തിലെ ദലിത് പ്രസ്ഥാനങ്ങൾ നടത്തിയ കേരള ഹർത്താലുമായി ബന്ധപ്പെട്ടും നമുക്ക് മൃദുല ദേവി എസുമായിട്ട് സംസാരിക്കാം. ചേച്ചി, ദ പൊയ്ക പ്രൊജക്റ്റിലേക്ക് സ്വാഗതം. സ്നേഹവന്ദനം. ചേച്ചി, നമ്മൾ ഹർത്താൽ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ കേരളത്തിൽ ഹർത്താൽ നടത്തിയിട്ടുള്ളത് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളാണ്. പ്രത്യേകിച്ചും ഇടതുപക്ഷം നയിക്കുന്ന LDF, അതുപോലെ കോൺഗ്രസ് നയിക്കുന്ന UDF പോലുള്ള വലിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിൽ ഹർത്താൽ നടത്തി വിജയിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അത്രയും ഒന്നും പവർഫുൾ അല്ല, പറയപ്പെടുന്ന പവർഫുൾ അല്ലാത്ത ഒരു സമൂഹമാണ് ദലിത് സമൂഹം. അപ്പം ദലിത് സമൂഹം ദലിതർക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലൊരു ഹർത്താൽ നടത്തുകയാണ്. അപ്പോൾ അത് ജനങ്ങൾ പല രീതിയിലാണ് അതിനോട് പ്രതികരിച്ചത്. കേരളത്തിലെ ജനങ്ങളാവട്ടെ, കേരളത്തിലെ മാധ്യമങ്ങളാവട്ടെ. അപ്പം ഈ ഒരു നിതിൻ രാജിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽക്ക് തന്നെ ഇതിനെ ഫോളോ ചെയ്യുകയും ഈ വിഷയത്തിൽ നമുക്ക് പല രീതിയിലുള്ള അപ്ഡേറ്റുകൾ തന്നുകൊണ്ടിരുന്ന വ്യക്തി എന്ന നിലയ്ക്കും, പ്രത്യേകിച്ചും നിതിൻ രാജിൻ്റെ മാതാപിതാക്കളുമായിട്ട് നേരിട്ട് സംസാരിച്ച വ്യക്തി എന്ന നിലയിലും ഈ ഹർത്താലിന് മുമ്പിൽ തന്നെ ചേച്ചി ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാം അത് കണ്ടതാണ്. അപ്പോൾ ഈ ഒരു ഹർത്താലിനോട് ജനങ്ങൾ പ്രതികരിച്ച രീതി എന്തായിരുന്നുവെന്നും മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് ഈ ഹർത്താലിനെ ജനങ്ങളിലേക്ക് എത്തിച്ചതെന്നും ഒന്ന് പറയാമോ? നിതിൻ രാജിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഞാനും ദിനുവയിലും ഏപ്രിൽ 18, 19 തീയതികളിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും ഫാക്ട് ഫൈൻഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂടുതൽ വിഷയങ്ങൾ, അതായത് ലോൺ ആപ്പല്ല എന്നുള്ളത് നമ്മൾ പ്രാഥമികമായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ച് അത് സോഷ്യൽ മീഡിയ വഴി വിടുകയാണ് ചെയ്തത്. അപ്പോൾ ഈ യാത്രക്കിടയിൽ, അല്ലെങ്കിൽ ഈ നമ്മളുടെ നിതിൻ രാജിൻ്റെ വിഷയവുമായി തുടക്കം മുതൽ കേരളത്തിലെ ഒരുപാട് ആളുകൾ സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ട 2 പേർ ഞങ്ങളെന്നുള്ള രീതിയിൽ ഞങ്ങളും ഇതിനെ ഫോളോ ചെയ്യുന്നു. ഈ സമയത്തൊക്കെയും തുടക്കം മുതൽ നമ്മളുടെ കൂടെ നിന്നത് മാധ്യമങ്ങളാണ്. പല ഘട്ടങ്ങളിലും എനിക്കറിയാം, ദിനു വെയിലിനെ വിളിച്ച് അവന് തീരെ നേരമില്ലാതിരിക്കുമ്പോഴും, ദിനു ഈ വിഷയം അങ്ങനെ വഴിതെറ്റിപ്പോകുന്നു, ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നു, അത് നമുക്ക് റാമിനെ അറസ്റ്റിലേക്ക് പോകുന്നില്ല, അങ്ങനെയാണെങ്കിൽ ദിനുവിൻ്റെ ചർച്ച ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ദിനുവിനെ
ഫോഴ്സ് ചെയ്യുന്നുണ്ട്. ശരി. അപ്പോൾ ചില ഘട്ടങ്ങളിൽ ദിനുവിന് സമയമില്ല, ഉം. വളരെ ബിസിയാണ്. ഉം. അപ്പോൾ ദിനുവിന് ഞാൻ അപ്പോൾ ഈ യാത്രക്കിടയിലും ഇങ്ങനെ മാതൃഭൂമി ചാനലൊക്കെ വിളിക്കുന്നുണ്ട്. ഉം. അപ്പോൾ ദിനുവിന് പങ്കെടുക്കാനായിട്ട് സമയക്കുറവ്, ഒന്ന് യാത്രയിലാണ്, ഉം. പിന്നെ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇരുട്ടും, ഉം. അപ്പോൾ ഒരു ചർച്ച കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുമ്പോഴും അവർ വീണ്ടും നിർബന്ധിക്കുന്നുണ്ട്. ഉം. ആ സമയത്ത് മാധ്യമങ്ങളെ ശക്തമായിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ്. ഞാനും ദിനും കൂടെ പറയുകയാണ്, നമ്മുടെ മാധ്യമങ്ങൾ നമ്മൾ എന്ത് നന്നായിട്ടാണ് നമ്മളോട് സഹകരിക്കുന്നത്. ഉം. ഇതുപോലൊരു കേസിൽ ഇവർ സഹകരിച്ചില്ലായിരുന്നു ശരി. ഇതിനു മുമ്പ്. അത്രയും വണ്ണസോടെ പറയുവാണ്. ഇത് അവസാനം ലോൺ ആപ്പിക്കൊണ്ട് ഇവർ എവിടെയെങ്കിലും ചേർക്കാനാണ് ദിനുവിനെ പോലുള്ളവരുടെ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ്. അപ്പം ദിനു മറ്റാൾക്കാരുടെ പേര് കൊടുക്കുമ്പോഴും അവർക്ക് ദിനു തന്നെ വേണം. ശരി. അതായത് പിന്നീടാണ് നമ്മൾ വിശ്വസിച്ചു, ഉം. അല്ലേ, സ്വാഭാവിക നന്മയുള്ള ഈ ദളിത് സമൂഹങ്ങളാണ്, നമ്മൾ വിശ്വസിച്ചു. ഉം. അന്ന് ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ നമ്മളെക്കാൾ തലക്കെ ഈ ചാനൽ അവിടെയുണ്ട്. ഉം. എന്നിട്ട് ഈ രാത്രിക്ക് ദിനു അവിടെ മുറ്റത്ത് ഈ ദിൻ രാജിൻ്റെ പെങ്ങളും ദിനുവുമൊക്കെ ചർച്ച നടത്തി. ഞങ്ങളകത്ത് അവരുമായിട്ട് ഞാൻ വേറെ കാര്യങ്ങൾ സംസാരിക്കുന്നു. ശരി. അപ്പോഴും നമ്മൾ വിചാരിച്ചത് ഇവർ നമ്മളെ പിന്നിന്ന് കുത്തുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഞങ്ങൾ അത് കഴിഞ്ഞ് ഉം. രാത്രി തന്നെ ഈ ചർച്ച കാണുന്നുണ്ട്. ഉം. ആ ചർച്ചയൊക്കെ വളരെ വ്യാപകമായിട്ട് ഇവിടെ പ്രചരിക്കപ്പെട്ടതാണ്. അതെ. അവസാന ദിവസം വരെ ഉം. അപ്പോൾ നമുക്കൊപ്പം ഇവരുണ്ടായിരുന്നു. പിന്നീട് ഈ സമയത്ത് ആക്ഷൻ കൗൺസിൽ രൂപം കൊള്ളുന്നു. ഉം. അവർ അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവയെല്ലാം സുതാര്യമായി തന്നെയാണ് കേരളത്തിലെ സോഷ്യൽ മീഡിയ വഴിയും പല ന്യൂസ് ചാനലുകൾ വഴിയും ഉം. ഈ വാർത്ത പുറത്തു വരുന്നുണ്ട്. ഹർത്താലിന്റെ വാർത്ത. ഹർത്താലിനെ പറ്റി വാർത്ത വരുന്നുണ്ട്. അത് 10 ദിവസം മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നു പ്രഖ്യാപിച്ചിരുന്നു. ഉം. അപ്പോൾ ഇത് പ്രഖ്യാപിക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പ്രതീക്ഷ, നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഏപ്രിൽ മാസം ദലിത് ഹർത്താൽ അട്രോസിറ്റി ആക്ട് വയലേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഇറങ്ങിയിരുന്നു. അതൊരു നാഷണൽ ആയിരുന്നു. ഉം. ഇപ്പോൾ കേരളം അതിലേക്ക് പങ്കുചേരും. ആ സമയത്ത് ഇവർ നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. മാധ്യമങ്ങൾ നിന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ഓൺലൈൻ മാധ്യമങ്ങൾ നമ്മുടെ കൂടെ സഞ്ചരിക്കുകയും കൂടി ചെയ്തിരുന്നു. സഞ്ചരിച്ച് എടുക്കുകയും ചെയ്തു. അപ്പോൾ അത് നമ്മളുടെ മുന്നിൽ ഇതുപോലെ വടയമ്പാടി സമരത്തിലും ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിച്ചിരുന്നു. എനിക്കൊക്കെ 10 വർഷത്തെ ബന്ധമാണ് ഈ മാധ്യമങ്ങളുമായിട്ടുണ്ട്. അത്രയും നല്ല ബന്ധങ്ങൾ, വ്യക്തിബന്ധങ്ങളുണ്ട്. അപ്പോൾ നമ്മളിവരെ വിശ്വസിക്കുകയാണ്. ഞാൻ മാത്രമല്ല, സണ്ണി എം കബിക്കാട് വിശ്വസിക്കുന്നു, കെ അംബുജാക്ഷൻ വിശ്വസിക്കുന്നു, കെ സുരേഷ് വിശ്വസിക്കുന്നു, എ സജീവ് വിശ്വസിക്കുന്നു, ധന്യാരാമൻ വിശ്വസിക്കുന്നു, അഡ്വക്കേറ്റ് പി എ പ്രസാദ്, എല്ലാവരും സമരസമിതിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഇവരെ വിശ്വസിക്കുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് അവരുടേതായ ഒരു സ്വഭാവം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ വിഷയത്തിൽ ഇങ്ങനെ പിന്മാറുമെന്ന് നമ്മൾ ആരും ഉദ്ദേശിക്കുന്നില്ല. ഇനി ഞാൻ ഈ സമരസമിതിയിലുള്ള ആളല്ല. ശരി. ഇതിൻ്റെ ഇത് രൂപീകരിച്ചതിൽ ഒന്നിലും എനിക്കൊരു പങ്കുമില്ല. ഞാൻ ഇതുപോലെ കേരളത്തിലെ ഒരു വ്യക്തി എങ്ങനെയാണോ ഇതിലേക്ക് പങ്കെടുക്കുന്നത് അതുപോലെ വന്ന് ചേർന്നാണ്. പക്ഷേ എനിക്ക് 10 വർഷം കൊണ്ടുണ്ടായ ഒരു സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളതുകൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പിന്നെ നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്യുന്നില്ല ആരെയും. നമ്മൾ അറിഞ്ഞു കേട്ട് വരിക എന്നുള്ളത്. ഇതാരുടെയും കല്യാണമൊന്നും അല്ലല്ലോ. അയ്യൻകാളി ഹാളിൽ വെച്ച് ഇതിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുൻപ് നിതിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ 18-ാം തീയതി ഞങ്ങൾ നിതിൻ്റെ വീട്ടിൽ ചെല്ലുന്നു, ഫാക്ട് ഫൈൻഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഡേ 19-ാം തീയതി അവിടെ വെച്ച് തന്നെ ഒരു പ്രതിനിധി സമ്മേളനങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തുന്നുണ്ട്. വളരെ ഇമോഷണലായ രംഗങ്ങളാണ് അവിടെയൊക്കെ ഉണ്ടായത്. അതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾ കണ്ടിട്ടില്ല. കാരണം നമ്മളവിടെ സംസാരിക്കുന്നു, ഇതിനിടയ്ക്ക് മാനസികമായി അമ്മയും അച്ഛനും കൂട്ടക്കരച്ചിൽ, ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളവിടെ നിൽക്കുന്നത്. അവരോടൊക്കെ നമ്മൾ സംസാരിച്ച് ഈ ഫാക്റ്റുകൾ ഫൈൻഡ് ചെയ്ത് വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരള സമൂഹത്തിന്, ദളിത് സമൂഹത്തിനല്ല, കേരള സമൂഹത്തിന് ഇത് കൊടുക്കുകയാണ്. കാരണം നിതിൻ്റെ മരണത്തിൽ ചങ്കുരുക്കി കരയുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ അവർക്ക് നമ്മളിത് കൊടുക്കുക എന്നൊരു ഉത്തരവാദിത്വത്തോടെയാണ് നമ്മളിത് കൊടുക്കുന്നത്. പക്ഷേ അന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കി, അവർക്ക് റേറ്റിങ്ങിന് ദിനുവേലിൻ്റെ ആ ഒരു പ്രസൻസ് ആവശ്യമുണ്ടായിരുന്നു. ആ സമയത്ത് ഇതൊരു ചാകരയാണ്. പക്ഷേ ആ ഒരു നമുക്ക് തന്ന ഒരു സപ്പോർട്ട് പിന്നീട് കണ്ടില്ല. കാരണം ഹർത്താലിൻ്റെ തലേ ദിവസം എനിക്ക് തോന്നുന്നു നമ്മൾ ഇതുപോലെ തന്നെ ഹർത്താലുമായി ബന്ധപ്പെട്ട് വീണ്ടും ഒരു വരാൻ വേണ്ടി തന്നെ ആൾക്കാരെ ആഹ്വാനം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മറ്റ് സഹോദരങ്ങൾ സണ്ണിച്ചായനും സുരേഷ് ഏട്ടന്, സജീവേട്ടൻ, ഇവരെല്ലാവരും
പുറത്തായി. ഇവരെല്ലാവരും ഈ നമുക്ക് അവസാന ദിവസം ഒരു ആഹ്വാന പ്രകടനം എല്ലാം ഉണ്ടല്ലോ. അതെ അതെ അപ്പം അവരതിന് പോവുകയാണ്. അനുരാജ് തിരുമേനി ഇവരൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ തന്നെ ഇരുന്നാണ് അനുരാജ് തിരുമേനിയെ വിളിക്കുന്നത്. ശരി അപ്പോൾ അനുവൊക്കെ അവർ ഓൾറെഡി 6:30 ആകുന്നു, 6:15 അവർ തുടങ്ങുവാണ് കോട്ടയത്ത്. ഈ സമയത്ത് എൻ്റെ ശ്രദ്ധയിലാണ് ഇത് പെടുന്നത്. കാരണം നമ്മൾ ഇവിടെ ഇരുന്നത് കൊണ്ട് കണ്ടു. എന്താണ്? ഹർത്താൽ ഇല്ല എന്ന വാർത്ത പ്രചാരിക്കുന്നു. ഒരു സൈഡിൽ കൂടെ ഹർത്താൽ മാറ്റിവെച്ചു എന്ന വാർത്ത വരുന്നു, മറ്റൊരു സൈഡിൽ കൂടി വാഹന നിയന്ത്രണമില്ല എന്ന്. ഈ സമയത്ത് ഈ സ്വാഭാവിക നന്മയുള്ള മനുഷ്യർ, ഞാൻ അങ്ങനെ തന്നെ പറയും, സ്വാഭാവിക നന്മയുള്ള ഈ മനുഷ്യർ, പല സ്ഥലങ്ങളിലും മഴയുണ്ടായിരുന്നു, നേരിയ ചാറ്റൽ മഴയൊക്കെ ഉള്ളപ്പോൾ ഈ മഴയും കൊണ്ടും ഒക്കെ കേരളത്തിനകത്ത് വിവിധ സ്ഥലങ്ങളിൽ നിധിനു വേണ്ടി ഒരു കൂട്ടം മനുഷ്യർ നാളെ ഹർത്താലാണെന്ന ആഹ്വാനമായി ഇറങ്ങിയിരുന്നു. കോട്ടയത്ത് ചാനലിന്റെ കീഴെയാണ് ഈ സംഭവം നടക്കുന്നത്. പല ചാനലുകളും ഉള്ള സ്ഥലത്താണ്. കോട്ടയത്ത് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇതുണ്ടായിരുന്നു. അന്ന് ചാനലുകൾ ഈ അസ്വാഭാവിക സ്വഭാവമുള്ളവർ, സ്വാഭാവിക നന്മയുള്ളവരെ പിന്നിൽ നിന്ന് കുത്തിക്കളഞ്ഞു. ഈ വാർത്ത എല്ലായിടത്തും പരന്നു, എല്ലാ ചാനലുകളും. ഞാൻ ആദ്യം ഇത് കാണുന്നത് മനോരമയിലാണ് കാണുന്നത്. മനോരമയുടെ ഓൺലൈൻ എനിക്ക് തോന്നുന്നു വ്യാപാരി വ്യവസായ മറ്റേ സമിതി ഉണ്ടല്ലോ, അവരാണ് ഹർത്താലാണെങ്കിലും കടകൾ തുറക്കുമെന്ന് ആദ്യം പ്രഖ്യാപിക്കുന്നത്. അത് എനിക്ക് അതിശയം തോന്നിയില്ല. കാര്യം കഴിഞ്ഞ പ്രാവശ്യം അവരത് അങ്ങനെ തന്നെ ചെയ്തു. പക്ഷെ അടപ്പിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം അപ്പം തന്നെ നമ്മുടെ എല്ലാം ഉള്ളിലുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതാണ്, അതുകൊണ്ട് അതൊരു ഇതൊന്നുമില്ല. അതെങ്ങനെ തടയാം എന്നുള്ള അജണ്ട നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യം വന്നില്ലായിരുന്നു. അപ്പോൾ ഈ പറയുന്ന പോലെ രാഹുൽ ഈശ്വറിന് മാത്രമല്ല പ്ലാൻ എയും ബിയും സിയും ഉള്ളത്. നമുക്ക് A to Z വരെ പ്ലാൻ ഉണ്ട്. പക്ഷേ സാമൂഹിക ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മര്യാദ പാലിക്കുന്നത്, ഇപ്പോഴും പാലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, തരുണെ ഹർത്താൽ മാറ്റിയോ എന്ന് ഞാൻ സാറിനോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് തരുൺ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ ഈ നമ്മളുടെ ഡിസ്കഷൻ മാറ്റി വെച്ചിട്ട് വീണ്ടും നോക്കുമ്പോൾ എല്ലായിടത്തും വരുന്ന ഹർത്താൽ മാറ്റിവെച്ചു എന്നുള്ളൊരു വാർത്തയും, അല്ലെ ഹർത്താലിന് വാഹന നിയന്ത്രണമില്ല എന്നും പരീക്ഷകൾ നടക്കും എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളിലും വന്നു. അപ്പോൾ പലരും നമുക്ക് അയച്ചു തരുന്നു, ഇതെന്താ ചേച്ചി ഹർത്താലില്ലേ, ഹർത്താലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതേ ചോദ്യം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നു ഉണ്ടാവാം. ഞാൻ പിന്നെ ചെയ്തത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. പക്ഷേ എല്ലാവരും ഈ നഗരം വഴിയുള്ള പ്രകടനത്തിനിടയ്ക്ക് നമ്മുടെ കോളുകൾക്ക് അധികം പ്രാധാന്യം കിട്ടുന്നില്ല. സ്വാഭാവികമാണത്. പിന്നീട് ലേറ്റ് നൈറ്റിൽ ഇവരുടെ എല്ലാ ഫോണുകളും സ്വിച്ച് ഓഫ് ആവുകയും ചെയ്തു. ഇതെനിക്ക് പരിചയമുള്ള കാര്യം ഞാൻ ഇതിനു മുൻപ് ദലിത് ഹർത്താൽ വന്നപ്പോൾ ഇതേ അവസ്ഥ ഞാൻ അനുഭവിച്ചതാണ്. ഇതെല്ലാം കഴിഞ്ഞ് മനുഷ്യർ ക്ഷീണിച്ച് രാത്രി വന്ന് കിടക്കുന്ന രാവിലെ എണീറ്റ് പോവുകയും വേണം. ഈ സമയത്താണ് ഈ അറ്റാക്ക് നടന്നത്. ഹർത്താലിനെതിരെ ദുഷ്ടലാക്കോടുകൂടി തന്നെ ഒരു അട്ടിമറി നമ്മുടെ കൂടെ സഞ്ചരിച്ച മാധ്യമങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. അപ്പം നമ്മള് പല ആളുകൾ, ഈ സമൂഹം പലയിടത്ത് വിതരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് എല്ലാം ഇങ്ങനെ ചോദിക്കുമ്പോഴും ആക്ഷൻ കൗൺസിലിന് എനിക്ക് ആരെയും നിന്നൊരു വാർത്ത കിട്ടിയില്ല. പിന്നെ ഹർത്താൽ പിന്നീട് ഗ്രൂപ്പുകളിൽ ഹർത്താലുണ്ടെന്ന് തന്നെയുള്ള വാർത്തകൾ വരുന്നുമുണ്ട് അവിടെ. പക്ഷേ ഈ ഗ്രൂപ്പുകളിനേക്കാൾ ശക്തമാണല്ലോ ചെറിയ ചെറിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ, അതിനേക്കാൾ ശക്തമാണല്ലോ ഇവിടുത്തെ മീഡിയ. നേരം വെളുത്ത് ഞാൻ ഹർത്താലിന് പോകുന്നു. ഇവിടുന്ന് നമ്മൾ ഹർത്താലിന് ചെല്ലുന്നു, അപ്പോഴാണ് അറിയുന്നത് എല്ലാ സംവിധാനങ്ങളും പരസ്പരം ടൈപ്പ് ആയിട്ട് കഴിഞ്ഞിരുന്നു. പോലീസ്, ഈ പറയുന്ന പൊതുസമൂഹം, അല്ല മാധ്യമങ്ങൾ പൊതുസമൂഹത്തെ അതിലേക്ക് എത്തിക്കുകയായിരുന്നു. ഈ ഹർത്താൽ വിരുദ്ധതയിലേക്ക് അവരെ എത്തിക്കുകയാണ് ചെയ്തത്. അല്ലാതെ അവരതിനകത്ത് തെറ്റുകാരല്ലായിരുന്നു. കാരണം സമൂഹത്തിന് ഈ നിതിൻ രാജിന് നീതി കിട്ടണമെന്ന് അപ്പോഴും ഇപ്പോഴും ആഗ്രഹമുണ്ട്. പിന്നെ വളരെ കുറച്ച് ആൾക്കാരാണ് അല്ലാത്ത മനുഷ്യർ, അതിക്രൂര സ്വഭാവമുള്ളവർ. അങ്ങനെ കുറച്ച് പേര് കാണുമല്ലോ അല്ലാത്ത. പക്ഷെ അവരുടെ കൂടെ ഈ മാധ്യമങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളത്. നമ്മൾ സാധാരണ ഹർത്താൽ ഇതുപോലെ പ്രഖ്യാപിക്കുമ്പോഴേ പോലീസുകാർ അതിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഒരുക്കാറുണ്ട്. അതിനുള്ള സുരക്ഷയും ജനങ്ങൾക്ക് ഇതുപോലെ എമർജൻസി ആയിട്ട് വരുന്ന ആളുകൾക്കുള്ള, ഇപ്പം ഹോസ്പിറ്റലിൽ പോകേണ്ടവർക്ക്, അങ്ങനെയുള്ള സംവിധാനങ്ങൾ പോലീസ് സാധാരണ ഒരുക്കാറുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഈ ദലിതർ നടത്തിയ ഹർത്താലിൽ അത്തരം സജ്ജീകരണങ്ങളൊന്നും കേരള പോലീസ് ഒരുക്കിയിട്ടില്ല എന്നാണ് നമ്മൾ കണ്ടത്. അങ്ങനത്തെ ഇന്റലിജൻസ് റിപ്പോർട്ടും ഉണ്ടായിരുന്നു. കാര്യമായിട്ട് അവർ പ്രിപ്പയർ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നുള്ളത്. അത് ഹർത്താലിന് മുമ്പിൽ നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ അത് ചേച്ചി ശ്രദ്ധിച്ചിരുന്നു? അത്
കേരളത്തിൽ ഇപ്പം മുഴങ്ങി കേൾക്കുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുഴങ്ങി കേൾക്കുന്ന ഒരു കാര്യം എല്ലാവരും പറയും, ഞങ്ങൾ ഈ ഹർത്താൽ നേരത്തെ പ്രഖ്യാപിച്ചതാണ്. ഇപ്പം നിങ്ങൾ എന്ന് മാധ്യമങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഓക്കെ, മാധ്യമങ്ങൾ പറയുന്നത് നിങ്ങൾ നിയന്ത്രണം എന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഒരു എക്സ്പ്ലനേഷൻ തരുന്നില്ല. അതായത് പകല് മുഴുവനും ഇവർ ഹർത്താൽ അക്രമമാണെന്നും വയലൻസ് ആണെന്നും ഒക്കെ വരുത്തി തീർത്തിട്ട് വൈകുന്നേരത്ത് സർജിക്കൽ സ്ട്രൈക്കുമായും പിന്നെ അതുപോലെ പ്രോ ദലിത് ആശയങ്ങളുമായിട്ടൊക്കെ ഈ മാധ്യമങ്ങൾ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രെൻഡിന് ഇവർക്ക് ഈ സമൂഹങ്ങൾ ഇനിയും ആവശ്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നുണ്ട്. ഈ മാധ്യമങ്ങൾ ആക്ച്വലി പാലിക്കാത്ത ഒരു കാര്യമുണ്ട്. മാധ്യമങ്ങളല്ല, കേരള സ്റ്റേറ്റ് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ സ്റ്റേറ്റിന്റെ ഇഷ്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന മാധ്യമങ്ങളും അവരുടെ അജ്ഞാനവർത്തികളായ പോലീസുകാരുമാണ് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഭരണഘടനയിൽ PhD എടുത്ത ആൾക്കാർ ചാനലിലുണ്ട്. ഇവർക്കൊന്നും അറിയാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ അറിയുമെങ്കിലും അവർ ചെയ്യാത്ത ഒരു കാര്യമുണ്ട്. ഒരു ഹർത്താൽ, ബന്ദ് ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ സ്റ്റേറ്റ് എടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ അതിനകത്ത് കൃത്യമായിട്ടുണ്ട്. അതായത് സ്റ്റേറ്റ് ഭരണഘടനയ്ക്കകത്ത് തന്നെ പറയുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന ഈ ഭൂഭാഗത്തിനകത്ത് അധിവസിക്കുന്ന എല്ലാ മനുഷ്യർക്കും കൃത്യമായ പ്രൊട്ടക്ഷൻ കൊടുക്കുമെന്നാണ് പറയുന്നത്. എനി പേഴ്സൺ എന്നാണ് പറയുന്നത്. എല്ലാ വ്യക്തികൾക്കും. ദളിതർക്ക് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അതിലാണെന്നോ പെണ്ണെന്നോ ക്യോറെന്നോ ജെൻഡറോ ഒന്നും മറ്റി പറയുന്നില്ല. എല്ലാവർക്കും പ്രൊട്ടക്ഷൻ കൊടുക്കും. ഇനി എല്ലാവർക്കും അവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ പല രീതിയിൽ നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. ഈ വ്യക്തിയെ മരിച്ച വ്യക്തിയുടെ കൊല്ലപ്പെട്ട വ്യക്തിയെ അന്ന് തന്നെ പ്രതികൾ ആരാണെന്ന് പറഞ്ഞ പോലീസാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതേ ദിവസം ജീപ്പെടുത്ത് അന്വേഷിക്കാനൊന്നും പോയില്ല. തൊപ്പി വെച്ച് ജീപ്പെടുത്ത് അന്വേഷിക്കാനൊന്നും പോയില്ല. അന്ന് തന്നെ പ്രതികളെ അവരങ്ങ് കണ്ടുപിടിച്ച പോലീസാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ മുതൽ തന്നെ നമ്മൾ കുറച്ച് അലേർട്ടായിരുന്നു എന്ന് തന്നെ വിചാരിക്കുക. ഈ സ്റ്റേറ്റ് നമുക്ക് തരേണ്ട ഉത്തരവാദിത്തം അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ പ്രതിഷേധിക്കാൻ ഒരു അവസരമുണ്ട് നമുക്ക്. അപ്പം നമുക്ക് ഇത്രയും കാലമായിട്ട്, അതായത് തുടക്കത്തിൽ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ സംഭവം നമ്മളെ സ്കെപ്റ്റിക് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ സംശയം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വളരെ അലേർട്ടായിട്ട് ഇരുന്നിരുന്നു. അവിടെ നിന്നുകൊണ്ടാണ് പിന്നീട് നമ്മൾ ഹർത്താലിലേക്ക് നീങ്ങുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് നടക്കുന്നില്ല. കാരണം പോലീസിനോട് അങ്ങ് പോയി പിടിച്ചോളാൻ പറഞ്ഞു. നോയിഡ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ആ ലോൺ ആപ്പിലെ കസ്റ്റമർ കെയറിൽ ഇരിക്കുന്ന 2 പേരെ അറസ്റ്റ് ചെയ്തോളാനായിട്ട് അവർ അങ്ങ് വിട്ടു. അതൊക്കെ വിട്ടു. അപ്പൊ അങ്ങനത്തെ നീതി നിഷേധം വന്നപ്പോൾ, മറ്റു നീതി കിട്ടാതെ വന്നപ്പോഴാണ് നമ്മൾ അവസാന മാർഗം എന്ന രീതിയിലേക്ക് ഹർത്താലിലേക്ക് പോകുന്നതെന്ന് ഈ മാധ്യമങ്ങൾക്ക് അറിയാത്ത കാര്യമല്ല. അപ്പോ അവർ എഡിറ്റഡ് ആയിട്ടുള്ള ചില ദൃശ്യങ്ങളും പുറത്തുവിടുന്നുണ്ട്. മാത്രമല്ല, പുകമറയിലാണ്. ഈ വിദ്യാർത്ഥി കൊല്ലപ്പെട്ട ഒരു ദൃശ്യങ്ങളും എങ്ങും ഇല്ല. ഇനി ആത്മഹത്യയെങ്കിൽ ആത്മഹത്യ, കൊലയെങ്കിൽ കൊല, ഒരു ദൃശ്യങ്ങളും ഇല്ല. ആ CCTV ദൃശ്യങ്ങളൊന്നുമില്ല. അതായത് വൈറ്റ് ഹൗസിനകത്ത് ഇരിക്കുന്ന പ്രസിഡന്റ് കഴിക്കുന്ന ഫുഡിനകത്തെ മലയാളി ബന്ധം കണ്ടുപിടിക്കുന്ന മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അല്ലെങ്കിൽ അവര് പോലീസിനെ കൊണ്ട്, മാധ്യമങ്ങളുടെ പ്രഷർ കൊണ്ട് കണ്ടുപിടിപ്പിച്ചിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് മറ്റു മാർഗങ്ങളില്ലാഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇതിന് ഇറങ്ങിയത്. അപ്പൊ സ്റ്റേറ്റ് നമുക്കൊരു പ്രൊട്ടക്ഷൻ തരണം. എന്താണ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ് ആദ്യം ഫോഴ്സുകളെ ഇത് അറിയിക്കണം. അതായത് ഹർത്താൽ നടക്കുന്നു, അപ്പോൾ അത് പ്രൊട്ടക്ഷൻ കൊടുക്കണം. ആർക്കൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കണം? ഈ ഹർത്താലിന്റെ തുടർന്ന് ജനങ്ങൾക്കുണ്ടാകാവുന്ന ഇൻകൺവീനിയൻസ്, ഏതൊരു ഹർത്താലും തീർച്ചയായിട്ടും ഇൻകൺവീനിയൻസ് ഉണ്ടാക്കും. ആ ഇൻകൺവീനിയൻസിനെ ബദൽ സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഹർത്താൽ നടക്കുന്നവരുടെ ഉത്തരവാദിത്വമല്ല. ഹർത്താൽ നടത്തുന്നവർക്ക് അന്നത്തെ ദിവസം ഹർത്താൽ എല്ലാ സംഭവങ്ങളും അടയ്ക്കുക, എല്ലാ താല ബന്ദ് ചെയ്യുക, അല്ലെ? എല്ലാം അടയ്ക്കുക എന്നുള്ളതാണ്. സോ അടയ്ക്കുക എന്നുള്ളതാണ്. ബന്ധല്ലല്ലോ, ബന്ദ് സ്തംഭിപ്പിക്കുക ചെയ്യുന്നത്. സ്തംഭിപ്പിക്കുകയല്ല, നമ്മൾ അടച്ചതിനോട് ഐക്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇത് ഇസ് എ സോളിഡാരിറ്റി, ഇൻ സോളിഡാരിറ്റി വിത്ത് ദിസ് കോസ് എന്നതാണ്, ചെയ്യാനാണ്. കാരണം ഇത് മറ്റ് പ്രബലതയ്ക്ക് വേണ്ടിയുള്ളതല്ല, ഒരു ജീവൻ നഷ്ടപ്പെട്ടതാണ്, അല്ലേ? അപ്പൊ അതിനുവേണ്ടി ഒരു മൂല്യമാണത്. ആ മൂല്യം നഷ്ടപ്പെട്ട മനുഷ്യർ, ഇമോഷണലി തകർന്നിരിക്കുന്നവരോട് ഐക്യപ്പെടുവാൻ കേരളത്തെ പഠിപ്പിക്കുവാൻ സ്റ്റേറ്റിനോ മാധ്യമങ്ങൾക്കോ കഴിഞ്ഞില്ല. ഫോർത്ത് എസ്റ്റേറ്റ് ആണ്. ഫോർത്ത് എസ്റ്റേറ്റിന്റെ പ്രധാന ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? എത്തിക്കലാവുക, നൈതികത ഉണ്ടാവുക എന്നുള്ളതാണ്. അവരും ഇതിന്റെ കൂടെ നിന്നില്ല. അപ്പോൾ സ്റ്റേറ്റിന് ആദ്യം തന്നെ ഇത് അറിയിക്കണം. പിന്നീട് ഹർത്താൽ നടത്തുന്നവരെ അവരെ നിരീക്ഷിക്കണം. അവരോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവരുമായി
സംസാരിക്കണം. കാര്യം ഇത് നടത്തിയത് അയ്യൻകാളി ഹാളിൽ വെച്ച് ഇതിന്റെ പ്രഖ്യാപനം നടക്കുന്നുണ്ട്, അതെ. ഇതിന്റെ വീട്ടിൽ വെച്ച് ഇതിന്റെ സമ്മേളനം നടത്തിയിട്ടുണ്ട്, പിന്നീട് ഓരോ കോർണറുകളിൽ ഇത് സംഘടിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം സുതാര്യമായി ലോക മാധ്യമത്തിലാണ് ഇട്ടത്, അല്ലാതെ കൈരളി പോലെ ഒരു ചെറിയ ഇട്ടാവട്ടത്തിലോ അല്ലെങ്കിൽ മനോരമ പോലെ ഒരു ചെറിയ ഇട്ടാവട്ടത്തിലോ അല്ല നടത്തിയത്. അതിനുശേഷം ഇവര് ചെയ്തത് എന്തെന്ന് വെച്ചാൽ അവശ്യ സർവീസ്, പിന്നെ എന്താണ്, ഹർത്താലുകളുമായി ബന്ധപ്പെട്ട ആൾക്കാരെ അവശ്യ സർവീസുകൾ നമ്മൾ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ സ്റ്റേറ്റ് നമ്മളെ കൊണ്ട് അത് പറയിപ്പിക്കണം. ഹർത്താൽ നടത്തുന്നവരോട് നമ്മളെ പറഞ്ഞ് ഉപദേശിച്ചു തരണം, അതായത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന്. കാര്യം നമ്മൾ ഓൾറെഡി അത് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഇത് നടന്നിട്ടുണ്ട്. അതായത് കേരളത്തിനകത്ത് ഇത്രയധികം സംഘടനകൾ ചേർന്ന് ഇവിടെ നടത്തിയ ഈ സംഭവത്തെ അവർ കണ്ടില്ല എന്നങ്ങ് നടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവശ്യ സർവീസുകളായ അപ്പം മെഡിക്കൽ സുരക്ഷ കൊടുക്കണം. ഈ മെഡിക്കൽ സുരക്ഷ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് സ്റ്റേറ്റ് ബന്ധപ്പെടണം. പിന്നെ അതുപോലെ പരീക്ഷകൾ 326 വിദ്യാർത്ഥികൾക്കോ മറ്റോ ആണെന്ന് തോന്നുന്നു പരീക്ഷ ഉണ്ടായിരുന്നത് പല സ്ഥലങ്ങളിലായിട്ട്. അവർക്ക് അതൊരു ചെറിയ സംഭവമാണ് അല്ലേ. നമ്മൾ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ട ബദൽ സംവിധാനം ഡേറ്റ് മാറ്റി കൊടുക്കുക ഒരു ചെറിയ നടപടിക്രമമാണ്. അതിനുള്ള സമയം സ്റ്റേറ്റിന് ഉണ്ടായിരുന്നു. ഇതെങ്ങനെയാണ് സ്റ്റേറ്റ് പ്രചരിപ്പിക്കേണ്ടത്? സ്റ്റേറ്റ് ഇത് പ്രചരിപ്പിക്കുന്നത് സ്റ്റേറ്റിന്റെ അതിനു വേണ്ടിയിട്ടാണ് കളക്ടർമാരെ, അതുപോലെ തന്നെ പോലീസ് സേന, അതുപോലെ തന്നെ വിവിധ വാർത്താ ഏജൻസികളിൽ കൂടിയാണ് ഇത് ജനങ്ങളിൽ എത്തിക്കേണ്ടത്. ഈ സോഷ്യൽ എഡ്യൂക്കേഷൻ സ്റ്റേറ്റ് ചെയ്യണമെന്നുള്ളത് മൃദുലാദേവി അല്ല പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടനയാണ് അനുശാസിക്കുന്നത്. ഇതറിയാത്ത ഒരു സ്റ്റേറ്റ് ആണ് ഇവിടെ ഭരിക്കുന്നത്. 10 വർഷം ഇവിടെ ഭരിച്ചത്. ഈ 10 വർഷം സ്റ്റേറ്റിന് ഈ വിവരമില്ലായിരുന്നു. ഈ ഭരണഘടനയെ PhD എടുത്തെന്ന് പറഞ്ഞ വ്യക്തി അടക്കമുള്ള ബാക്കി സകല മാധ്യമപ്രവർത്തകർക്കും ഇതിനകത്ത് കോമൺ സെൻസ് ഇല്ലായിരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെയല്ല വിശ്വസിക്കേണ്ടത്. ഇതാണ് ധാർഷ്ട്യം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ സമൂഹത്തിനോട് കടക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങളും സ്റ്റേറ്റും ഒന്നിച്ചു പറഞ്ഞിരുന്നു. നമ്മളിത് അറിഞ്ഞില്ല. നമ്മൾ സ്വാഭാവികമായി ഇത് ഇറങ്ങുന്നു. പിന്നീട് നടന്നതെല്ലാം സ്റ്റേറ്റിന് പിന്നെ മാധ്യമങ്ങൾ എടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം. മാധ്യമങ്ങൾക്ക് ഇതിൻ്റെ ഇൻഫർമേഷൻ കിട്ടുകയും മാധ്യമങ്ങൾ ഇത് ഏറ്റെടുത്ത് ചെയ്യുകയും ചെയ്യണമായിരുന്നു. അവരത് ചെയ്തില്ല. ഇനി അതല്ലെങ്കിൽ എത്തിക്കലായി മാധ്യമങ്ങൾക്ക് നമ്മളോടുകൂടി നിൽക്കാമായിരുന്നു. സ്റ്റേറ്റ് ഇത് ചെയ്തില്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദ്യം ചെയ്യാമായിരുന്നു. സ്റ്റേറ്റിനെ നമുക്ക് ചോദ്യം ചെയ്യാം അല്ലേ. കാരണം നമുക്ക് പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്യാം, മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാം, തീർച്ചയായിട്ടും അല്ലേ. ജവഹർലാൽ നെഹ്റുവിനെ ചോദ്യം ചെയ്ത കോമൺ മാൻ വളരെ പ്രശസ്തനായി അല്ലേ. ആർ.കെ. ലക്ഷ്മണന്റെ കാർട്ടൂൺ അല്ലേ, ആർ.കെ. ലക്ഷ്മണന്റെ കാർട്ടൂണാണ്. ആ ആർ.കെ. ലക്ഷ്മണന്റെ കാർട്ടൂൺ ഉണ്ടെന്നുകൊണ്ടതാണ് നെഹ്റുവിയൻ സ്റ്റേറ്റിനെ പോലും അത് ആ ഒരു ടൈമിനെ പോലും അതിനെ നറിഷ് ചെയ്തത് അല്ലേ. അപ്പോൾ കോമൺ ആ ഒരു നമ്മുടെ ഒരു ബേസിക് ആവശ്യമായിരുന്നു. ഏറ്റവും പ്രാഥമികമായ ഒരാവശ്യം എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജനിച്ച് ജീവിച്ച് മരിക്കുക എന്നാണ്. ഒരു ദലിത് വിദ്യാർത്ഥിക്ക് ജനിക്കാൻ സാധിക്കുന്നുണ്ട്. അവൻ്റെ അച്ഛൻ്റെയോ അമ്മയുടെയും ആവാസ വ്യവസ്ഥയുടെയും കരുണയാൽ നിതിൻ ജനിച്ചു. പക്ഷെ ജീവിച്ചില്ല, സമാധാനത്തോടെ മരിച്ചില്ല. അതിനുശേഷം നടന്ന നിതിൻ്റെ നീതിയുടെ കൂടെ ഇവിടുത്തെ മാധ്യമങ്ങളും സ്റ്റേറ്റും കൂടെ നിന്നില്ല എന്നുള്ള പിന്നിൽ നിന്ന് കിട്ടിയ കുത്ത് സത്യസന്ധമായിട്ട് പറയുകയാണ്, എനിക്ക് മറക്കാൻ പറ്റുന്നില്ല.